സ്ത്രീകളുടെ ജീവിതശൈലികൾ തൊട്ടറിഞ്ഞ ലേഡീസ് അവറിന്റെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും സ്വാഗതം. വിവിധ മേഖലകളിൽ തങ്ങളുടേതായ പ്രാഗൽഭ്യം തെളിയിച്ച് വിജയം നേടിയ സ്ത്രീരത്നങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് നിമ്മി ഡേവിഡ്. ഞാൻ ഇസഡ് റിയാലിറ്റി എന്ന് പറഞ്ഞ ഒരു റിയൽ എസ്റ്റേറ്റ് ഫേമിൻ്റെ മാനേജിംഗ് പാർട്ട്ണറാണ്. ഇസഡ് റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് കമ്പനിയാണ്. ഇത് ബേസ്ഡ് ഇൻ കൊച്ചിനാണ്. ഇസഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻലി ഇത് ബിൽഡേഴ്സിന് വേണ്ടി മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഫേമാണ്. അപ്പോൾ നമ്മളിവിടുത്തെ ഏറ്റവും ലീഡിങ് ബിൽഡേഴ്സിന് വേണ്ടിയിട്ട് ക്ലയൻസിനെ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്യുക, അതാണ് നമ്മുടെ ഫേമിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 ഇയേഴ്സോളമായി. നമുക്കിതിൽ പാർട്ട്നേഴ്സ് ഉണ്ട്. നമ്മൾ ബിൽഡേഴ്സ്, നമ്മുടെ മെയിൻ ക്ലയൻസ് എന്ന് പറയുന്നത് കൂടുതലും NRIs ആണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളിപ്പോൾ അവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് ഉള്ള പ്രോപ്പർട്ടീസ് അവർക്ക് എടുത്ത് കൊടുക്കുക, അതാണ് നമ്മുടെ ഫേമിൻ്റെ മെയിനായിട്ടുള്ളൊരു ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ബിൽഡേഴ്സിൽ നിന്നാണ്. അപ്പോൾ ഞാനൊരു 6 വർഷത്തോളം ഇവിടുത്തെ ഒരുമാതിരി എല്ലാ മേജർ ബിൽഡേഴ്സിലും വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു നല്ല ഒരു ക്ലയൻറ്റ് ബേസ് എനിക്ക് കിട്ടി. അങ്ങനെ ഒരു ബിസിനസ്സായിട്ട് ഇത് തുടങ്ങുമെന്ന് സത്യം പറഞ്ഞ് ഞാൻ ഇതുവരെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല തുടങ്ങിയത്. ജോലി ഇങ്ങനെ കുറേ നാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് നല്ല ബിൽഡേഴ്സിൽ വർക്ക് ചെയ്തുകൊണ്ട് നല്ലൊരു ക്ലയൻറ്റ് ബേസ് ഉണ്ടായിരുന്നു. കൂടുതൽ NRIs ആയിരുന്നു എൻ്റെ ക്ലയൻസ്. അപ്പം എല്ലാവരും ഇങ്ങനെ തന്നെ സ്വന്തമായിട്ട് തുടങ്ങിക്കൂടെ, അത്യാവശ്യം ഈ ഇൻഡസ്ട്രിയിൽ നോളേജ് ഉണ്ടല്ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്നൊരു ബിസിനസ്സായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് നമ്മളിതൊരു ബിസിനസ്സിലോട്ട് വരുന്നത്. നമ്മൾ 2013 ജനുവരിയിലാണ് ഇതൊരു ബിസിനസ്സായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനീഷ്യലി നമ്മൾ ഒരു 5-6 ബിൽഡേഴ്സായിട്ടായിരുന്നു ടൈഅപ്സ്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ നമുക്ക് അറൗണ്ട് ഒരു 40 ബിൽഡേഴ്സോളമായിട്ട് നമ്മൾ ടൈഅപ്പ് ചെയ്ത് ഈ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് വില്ല പ്രോജക്ട്സാണ്. വില്ലാസാണ് നമുക്ക് കൂടുതലും ക്ലയൻസ്, നമ്മൾക്ക് എൻക്വയറിയും ഉള്ളത് വില്ല പ്രോജക്ട്സിനാണ്. അപ്പോൾ വില്ല പ്രോജക്ട്സ് എല്ലാ ഒരു കൊച്ചിയിലെ എല്ലാ പ്രീമിയം ബിൽഡേഴ്സിൻ്റെയും വില്ല പ്രോജക്ട്സ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്. എനിക്കിതിൽ പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനാണ് കൂടുതലും റെസിഡൻഷ്യൽ പ്രോജക്ട്സ് എല്ലാം ഞാനാണ് ഇൻവോൾവ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ കൊമേഴ്ഷ്യൽ ചെയ്യുന്നുണ്ട്, റെൻ്റൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ആളുകളും അവരവരുടെ മേഖലയിൽ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു മാസം നമ്മളെങ്ങനെയായാലും ഒരു 2 to 3 സെയിൽസാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യാറുള്ളത്. പിന്നെ ക്ലയൻസിന് നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ അവരുടെ ഒരു
റിക്വയർമെൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ നോർമലി ക്ലയൻറ്റ്സ് പറയാറുണ്ട് എൻ്റെ ബഡ്ജറ്റ് 50 അപ്പോൾ എന്നെ 1 കോടിയുള്ള ഫ്ലാറ്റ്സ് ആയിരിക്കും കാണിക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യില്ല. നമ്മളിപ്പോൾ 50 ലക്ഷമാണ് അല്ലെങ്കിൽ 60 ലക്ഷമാണ് അവരുടെ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ അതിന് അവർക്ക് എന്താണ് സ്യൂട്ടായിട്ട് കിട്ടുന്നത് അതിന് പറ്റുന്ന പ്രോജക്ട്സ് നമ്മളൊരു 5-6 ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർക്ക് ആദ്യം അതിൻ്റെ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുക്കും, ഫോട്ടോസ് കൊടുക്കും, വെബ്സൈറ്റ്സ് ഷെയർ ചെയ്യും. അതിൽ നിന്ന് അവർക്ക് ഏതാണോ താല്പര്യം തോന്നുന്നത് അതിന് നമ്മൾ അവർക്ക് സൈറ്റ് വിസിറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. വൺസ് അവരൊരു പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്താൽ നമ്മളത് ബിൽഡേഴ്സായിട്ട് ഡിസ്കസ് ചെയ്ത് നല്ലൊരു പ്രൈസ് അവർക്ക് എടുത്തു കൊടുക്കും. പിന്നെ ആഫ്റ്റർ സെയിൽസ് സർവീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നോർമലി മിക്കവാറും എല്ലാ ക്ലയൻസും ഹോം ലോണാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ലോണിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ചെയ്തു കൊടുക്കും. നമ്മളെല്ലാ ലീഡിങ് ബാങ്ക്സ് ആയിട്ടും ടൈപ്പ് ഉണ്ട്. HDFC, SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, എല്ലാ ബാങ്ക്സായിട്ടും നമുക്ക് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ലോൺ ഫെസിലിറ്റീസ് എല്ലാം അവർക്ക് ചെയ്തു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വരുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ആണ്. നമ്മളിവിടുത്തെ എല്ലാ മേജർ ഇൻറ്റീരിയർ ഡിസൈനേഴ്സായിട്ടും നമുക്ക് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള ഇൻറ്റീരിയർ ഡിസൈനിങ് നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ചില കേസിൽ ചില കസ്റ്റമേഴ്സ് എന്നോട് പറയും എനിക്ക് ഈ ഫ്ലാറ്റ് ഒന്ന് ഡിസ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് നല്ലൊരു ഗുഡ് ടെനൻറ്റിനെ റെൻറ്റിന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 4 സർവീസസ് ആണ് നമ്മൾ മെയിൻലി ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ കൂടുതലും റെഫറലാണ്. നമുക്ക് ക്ലയൻറ്റ്സ് തന്നെയായിരിക്കും കൂടുതൽ റെഫറൻസ് തരുന്നത്. ഇപ്പം നമ്മളൊരു പ്രോജക്റ്റ് നല്ല രീതിയിൽ അവർക്ക് കൊടുത്താൽ, സർവീസ് കൊടുത്താൽ, അവരുടെ ഫാമിലിയിൽ ഏത് ടൈപ്പ്, ഈവൺ ഒരു ചെറിയ റെൻ്റൽ ആണെങ്കിൽ പോലും അവർ ആദ്യം നമ്മളെ വിളിച്ച് ചോദിക്കും ഇങ്ങനെ ഒരു ചെറിയ റെൻ്റൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഒന്ന് ചെയ്തു കൊടുക്കാമോ. അപ്പോൾ നമുക്ക് എല്ലാ സെക്ഷൻസും ഉള്ളതുകൊണ്ട് നമ്മളുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ആ ക്ലയൻറ്റിന് വേണ്ട എല്ലാ സർവീസസും നമ്മൾ കൊടുക്കാറുണ്ട്. ചില കേസിലൊക്കെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് അവരെ പിക്ക് ചെയ്ത് പ്രോപ്പർട്ടി കാണിച്ച് നമ്മളുടെ ഹോട്ടൽ അക്കോമഡേഷൻ, അപ്പോൾ അങ്ങനത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കൈൻഡ് ഓഫ് കാര്യങ്ങളും നമ്മൾ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ക്ലയൻറ്റ് ബേസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ കൂടുതലും NRIs ആണ്. അപ്പോൾ അവർ വളരെ ഷോർട്ട് ടേം ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. പ്രോബബ്ലി 1 വീക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവരുടെ ആ റിക്വയർമെൻറ്റ് സ്പെസിഫിക് ആയിരിക്കും. അപ്പോൾ ആ ഒരു വളരെ ലിമിറ്റഡ് ടൈമിൽ നമ്മൾ അവർക്കൊരു പ്രോജക്ട്സ് കാണിച്ചു കൊടുത്ത് അവരുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് നമ്മളത് എടുത്തു കൊടുക്കുക, അതൊരു വലിയ ബിഗ് ചലഞ്ചാണ്. പക്ഷേ നോർമൽ കേസസിൽ ഇപ്പോൾ NRIs എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ക്ലയൻസ് ആണ്. കാരണം അവർക്ക് ലോണിൻ്റെ ഇഷ്യൂസൊന്നും അധികം വരാറില്ല. പിന്നെ അവരിങ്ങനെ പ്രോപ്പർട്ടി ഒരുപാട് കാണാൻ വേണ്ടി അങ്ങനെയുള്ള നടത്തൊന്നുമില്ല. അവർ വളരെ ജെനുവിൻ ആയിരിക്കും. ജെനുവിൻ റിക്വയർമെൻറ്റ് നമുക്ക് തരും. അതിനനുസരിച്ച് നമ്മൾ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുകയാണ് അവർക്ക് മെയിനായിട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഒരു ക്ലയൻറ്റിന് കൂടുതലും വില്ല സജസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ വില്ലാസിൽ നമുക്ക് കുറേ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. കാരണം മിക്ക മേജർ ബിൽഡേഴ്സും അവരുടെ ഒരു വില്ല പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഭൂരിഭാഗം ഒരു 50% അത് സോൾഡ് ഔട്ട് ആവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ലാൻഡ് സെലക്ട് ചെയ്യാം. പിന്നെ അവരുടെ പ്ലാനിനനുസരിച്ചിട്ട് ഇപ്പോൾ നോർമലി നമ്മളൊരു ബേസിക് സ്ക്വയർ ഫീറ്റ് വെച്ചിട്ടുണ്ടാവും, സപ്പോസ് ഒരു 2500. പക്ഷേ അവർക്ക് കസ്റ്റമൈസേഷൻ വരുമ്പോൾ അത് 3000 4000 ഒക്കെ വരെ പോവാം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് വില്ല പ്രോജക്ട്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പാർട്ട്മെൻറ്റ്സിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി അധികം ഒരു കസ്റ്റമൈസേഷൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ഇൻസൈഡ് വളരെ കുറച്ച് മാത്രമേ കസ്റ്റമൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ 2 കൈൻഡ് ഓഫ് ക്ലയൻസും നമുക്കുണ്ട്. പിന്നെ വില്ല ആവുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നെ ലാൻഡ് രജിസ്റ്റർ ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് സേഫ് സൈറ്റ്സ് അങ്ങനത്തെ കുറച്ച്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും വില്ല പ്രോജക്ട്സ് മാർക്കറ്റ് ചെയ്യാനുള്ള കാരണം. നമ്മളൊരു 1 CR തൊട്ട് ഒരു 6 CR വരെയുള്ള വില്ല പ്രോജക്ട്സ് കൊച്ചിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പാർട്ട്മെൻറ്റ്സും ഒരു 50 lakhs തൊട്ട് മുകളിലോട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട്.
പിന്നെ എല്ലാ മേജർ ബിൽഡേഴ്സും ലൈക്ക് ലിമിറ്റഡ് കമ്പനീസ് ഉണ്ട് ഇവിടെ ഒരുപാട്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള കമ്പനീസ്, ഇവരുടെ എല്ലാം നമ്മൾ DSA എന്നാണ് അതിനെ പറയുക. DSA എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻസ് എന്ന് പറയും. അതാണ് നമ്മുടെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഫോം. അപ്പോൾ നമ്മളൊരു ബിൽഡറായിട്ട് ടൈപ്പ് ആവാന്ന് വെച്ചാൽ അവരായിട്ട് നമ്മൾ സംസാരിച്ച് നമ്മളൊരു ഒരു പെർട്ടിക്കുലർ ഒരു എഗ്രിമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് ക്ലയൻസിനെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നോർമലി എല്ലാം വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ്, ബിൽഡേഴ്സ് ആണെങ്കിലും എല്ലാം വളരെ പ്രൊഫഷണലിയാണ് നമുക്ക് ഇതുവരെ എല്ലാം ഡീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള റീസൺ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതായത് എല്ലാവരെ പോലെയും എൻ്റെ ആഗ്രഹം എന്തെങ്കിലും ഗാർമെൻറ്റ്സ് ബിസിനസ്സോ ഹോട്ടൽ അങ്ങനെ സാധാരണ ലേഡീസ് ചിന്തിക്കുന്ന രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ ആയിരുന്നു ഇനീഷ്യലി ഞാൻ ആലോചിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയും നല്ലൊരു ഫീൽഡിൽ ഇരിക്കുമ്പോൾ, എസ്പെഷ്യലി ഈ ഫീൽഡിൽ ലേഡീസ് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫീൽഡിൽ ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ വേറൊരു ഫീൽഡിലോട്ട് അന്വേഷിച്ചെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഫീൽഡ് തന്നെ ജസ്റ്റ് ഒരു ലെറ്റ്സ് ട്രൈ എന്നുള്ളൊരു ഓപ്ഷനിലാണ് ഞാനിത് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ 4 ഇയേഴ്സായി നമ്മുടെ കമ്പനി നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട്, നമുക്ക് നല്ല ക്ലയൻസിനെ കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ അതിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്, ക്ലയൻസ് തന്നെയുള്ളവരുണ്ട്, പിന്നെ ബിസിനസ്സുകാരുണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു ക്ലയൻറ്റ് ബേസ് നമുക്ക് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എല്ലാ പ്രീമിയം ബിൽഡേഴ്സും നമുക്ക് ടൈഅപ്സിന് വരാറുണ്ട് നോർമലി. അപ്പോൾ നമ്മൾ അതിലും നമുക്ക് ഏതാണോ ഫീസിബിളായിട്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നമ്മുടെ ക്ലയൻസിന് ഇതിലിപ്പോൾ നമുക്ക് ഒരു ടാർഗറ്റ് ഓറിയൻറ്റഡ് ഒന്നല്ല നമ്മുടെ ബിസിനസ്. അതായത് ഈ മാസം ഇത്ര സെയിൽ ചെയ്യണം. ഇപ്പം ഞാനൊരു ബിൽഡറിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ പ്രോജക്റ്റ് നല്ലതായിരിക്കാം, മോശമായിരിക്കാം, നമുക്കറിയാം ആ പ്രോജക്റ്റ് അത്ര നല്ലതല്ല. പക്ഷെ എന്നാലും നമ്മളത് ഫോഴ്സ് ടു സെൽ ഇറ്റ്. കാരണം നമുക്ക് ആ മാസത്തെ ടാർഗറ്റ് തികയ്ക്കാനുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ആ മാസത്തെ സാലറി കിട്ടണം. അപ്പോൾ കുറേ പ്രഷറുണ്ടാവും ആ ഫീൽഡിൽ. ഇതെന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു പ്രഷറിൽ അല്ലെങ്കിൽ വരുന്നൊരു ക്ലയൻറ്റിന് എന്തെങ്കിലും എടുത്തു കൊടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം, അങ്ങനത്തെ ഒരു രീതിയിലല്ല. ഏത് സമയത്ത് ക്ലയൻറ്റ്സ് വിളിച്ചാലും ഞാൻ അവൈലബിൾ ആണ്. പിന്നെ അവരുടെ ഇതുവരെ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊജക്ട്സിനൊന്നും ചെറിയ ഡിലേ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ബൈ ഗോഡ്സ് ഗ്രേസ് നമുക്ക് വേറെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഈ വില്ല പ്രോജക്ട്സിലേക്ക് കൂടുതലും ഇൻവോൾവ് ചെയ്യാനുള്ള കാരണം നമുക്ക് ഈ നോർമലി വരുന്ന ഡിലേ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ക്ലയൻസും എല്ലാവരും ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനീഷ്യലി നമ്മളിത് തുടങ്ങുന്ന സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ടീമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തനിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു തന്നെ നമുക്ക് എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ ഓടേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു 1 ഇയർ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ക്ലയൻസിനെ പിക്ക് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഞാൻ തനിച്ച് ചെയ്യണം. പിന്നെ ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു ടീമും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇപ്പോൾ അങ്ങനെ അതൊരു എന്താ പറയുക വലിയൊരു ബുദ്ധിമുട്ടല്ല. കാരണം ഓരോ ആളുകൾ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ എനിക്ക് പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് റെസിഡൻഷ്യൽ മാത്രം നോക്കിയാൽ മതി.
അത് ഞാൻ ബിൽഡേഴ്സ് ആയിട്ടുള്ള എല്ലാ ടൈപ്പും അതുപോലെ ക്ലയൻസിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും. പിന്നെ എനിക്ക് 2 പാർട്ട്നേഴ്സ് ഉണ്ട് വേറെ. ഒരാളുടെ പേര് ബെൻസി എന്നാണ്. അപ്പോൾ ബെൻസിയാണ് കൂടുതലും ഈ കൊമേഴ്ഷ്യൽ റെൻ്റൽ ആക്ടിവിറ്റീസ് എല്ലാം ബെൻസിയാണ് ചെയ്യുന്നത്. പിന്നെ ജോ എന്ന് പറഞ്ഞൊരു പാർട്ട്ണർ ഉണ്ട്. പുള്ളിയാണ് ഓൺലൈൻ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത്. കാരണം നമ്മുടെ ക്ലയൻസ് നമുക്ക് ഈ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേജർ ആക്ടിവിറ്റീസ് വരുന്നത് ഒന്ന് മെയിലേഴ്സിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോജക്ട്സിൻ്റെ മെയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്ലയൻസ്, നമ്മുടെ ഒരു ക്ലയൻറ്റ് ബേസ് ഉണ്ട്, ആ ക്ലയൻറ്റ് ബേസിലോട്ട് നമ്മൾ അയക്കും. അതുപോലെ തന്നെ ഓൺലൈൻ ആക്ടിവിറ്റീസ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും നമുക്ക് ക്ലയൻസിന് കിട്ടുന്ന ഒരു വഴികൾ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലയൻസ് വരുന്നത് റെഫറൻസ് ആണ്. ഇപ്പോൾ നമ്മുടെ ക്ലയൻസ് തന്നെ, നമ്മളുടെ എടുത്ത ആൾക്കാർ തന്നെ പല രീതിയിൽ എടുത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ റെൻ്റൽ എടുത്ത ആൾക്കാരായിരിക്കാം, പക്ഷെ അങ്ങനെ നമുക്ക് ഒരുപാട് റെഫറൻസസ് വരാറുണ്ട്. കൊച്ചി എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മൾ കൂടുതലും മാർക്കറ്റിങ്ങിന് കോൺസെൻട്രേറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 300-400 ബിൽഡേഴ്സ് ഉണ്ട്. അതിലൊരു 300 പേര് ലിസ്റ്റഡ് ആണ്. പിന്നെ ഒരു 100 ബിൽഡേഴ്സ് നമുക്കറിയില്ല ആരാ എന്താണെന്നൊക്കെ. അപ്പം നമ്മളെപ്പോഴും ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ എപ്പോഴും ഒരു പ്രീമിയം ബിൽഡറുടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് നാളെ അത് റീസെയിലിനും അല്ലെങ്കിൽ റെൻ്റൽ കൊടുക്കാനും എല്ലാം നമുക്കത് നന്നായിട്ട് ഉപകരിക്കും. നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപയൊക്കെ ചില കസ്റ്റമേഴ്സ് 5 ലക്ഷത്തിനൊക്കെ നല്ല പ്രോജക്റ്റ് മാറ്റിയിട്ട് അങ്ങനെ വലിയൊരു ക്വാളിറ്റി ഇല്ലാത്ത ബിൽഡേഴ്സിൻ്റെ പ്രോജക്ട്സ് എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ ലോങ് ടേമിൽ നമുക്കതൊരു റീസെയിൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലോട്ട് പോകുമ്പോൾ അവർക്ക് വലിയൊരു ബെനിഫിറ്റ് അതിൽ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം നമ്മളെപ്പോഴും ക്ലയൻസിൻ്റെ അടുത്ത് പറയുക, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം പ്രീമിയമാണ്. അപ്പോൾ പ്രീമിയത്തിന് താഴെയാണ് അവർ നോക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ബഡ്ജറ്റ് ആ ഒരു ലെവലിലേക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവർക്ക് എടുത്തു കൊടുത്ത് പോകുക എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് നമ്മൾ പോകാറില്ല. നമ്മൾ കൊടുക്കുമ്പോൾ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് മാക്സിമം നമ്മൾ കൊടുക്കാൻ നോക്കാറുള്ളത്. പിന്നെ ചെറിയ കുറ്റങ്ങൾ വരും. അത് എത്ര നമ്മൾ നന്നായി എടുത്തു കൊടുത്താലും ചെറിയ ഡിലേകൾ വരും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂസ് വരും. അത് ഓഫ് കോഴ്സ് വിൽക്കും. അത് ഫോർ എ ബ്രാൻഡഡ് ബിൽഡേഴ്സിലൊരു പരിധി വരെ അത് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ബ്രാൻഡഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് എപ്പോഴും ഫോളോ ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കാറുള്ളത്. ഞങ്ങൾ അങ്ങനെ ചെയ്യാറുള്ളൂ. അതിൽ താഴെയുള്ളതൊന്നും നമ്മൾ അധികം ഫോക്കസ് ചെയ്യാറില്ല. നമ്മൾ ക്ലയൻസിനെ റെഫർ ചെയ്യാറുമില്ല. ഇപ്പം നമ്മുടെ കൊടുക്കുന്ന ക്ലയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ വില്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനാണ് ആ പ്ലാനുകളെല്ലാം മാറ്റുന്നത്. മിക്കവാറും എല്ലാ വില്ലയുടെയും എലിവേഷൻ മാത്രമാണ് സെയിം ആയിരിക്കുള്ളൂ. അതായത് നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഏരിയ എല്ലാ വില്ലയും യൂണിഫോം ആയിരിക്കണം. ബാക്കി ഇൻസൈഡ് എന്ന് പറയുന്നത് എല്ലാം ഒരു ക്ലയൻറ്റിൻ്റെ ചോയ്സാണ്. അത് മിക്കവാറും എല്ലാ ബിൽഡേഴ്സും അത് സമ്മതിക്കാറുണ്ട്. ഇനീഷ്യൽ സ്റ്റേജിൽ എടുക്കുന്ന അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്ന എല്ലാ വില്ലകൾക്കും ആ ഓപ്ഷൻ കൊടുക്കാറുണ്ട്. പിന്നെ ചില കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ സമയം ഉണ്ടാവില്ല, 1.5 വർഷം വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ 1 വർഷം വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവർ കൂടുതലും പ്രിഫർ ചെയ്യുക റെഡി ടു മൂവിനായിരിക്കും. അല്ലെങ്കിൽ നല്ല റീസെയിൽ വില്ലാസ് ഉണ്ടെങ്കിൽ, അതായത് അവർക്ക് പെട്ടെന്ന് വരണം, പെട്ടെന്ന് ഇൻറ്റീരിയർ തീർക്കുക, പെട്ടെന്ന് താമസിക്കുക, അങ്ങനെ ഒരു കൺസെപ്റ്റിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ റെഡി ടു മൂവ് ഇൻ വില്ലാസ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നോർമലി നമ്മൾ തുടങ്ങുന്ന സമയത്ത് നല്ല പ്രോജക്ട്സ് ആയിട്ട് ടൈപ്പ് ആയിട്ട് നല്ല പ്രോജക്ട്സ് നമ്മൾ നോർമലി എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ അവരുടെ ഒരു പ്ലാൻ വെച്ചിട്ടാണ് വില്ലാസ് എല്ലാം ചെയ്യാറുള്ളത്. അപ്പോൾ നോർമലി അവർ ആ ഒരു അപ്ഗ്രഡേഷനും കാര്യങ്ങളും അതിൽ കൊടുക്കുന്ന ബിൽഡർ കൊടുക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർ അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ അത് തന്നെ മതി എന്ന് പറയാറുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഫുള്ളി സാറ്റിസ്ഫാക്ഷനായി ആ ഒരു പ്ലാൻ നമ്മൾ ഫുള്ളി റെഡി ആക്കിയതിന് ശേഷമാണ് നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നോർമലി ക്ലയൻസ് എല്ലാവരും നോർമലി ഹാപ്പിയാണ്. പിന്നെ ചെറിയ എന്തെങ്കിലും ചെറിയ കംപ്ലയിൻറ്റ്സ് ഉണ്ടാവാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരു 90% നമ്മൾ ക്ലയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കുള്ളൊരു ടീം വെച്ചിട്ട് നമ്മൾ കൊച്ചിയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്.
അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്കിപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈയിലൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം ബാംഗ്ലൂർ ബേസ്ഡ്, ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ബിൽഡേഴ്സ് കൊച്ചിയിലുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ബാംഗ്ലൂർ പ്രോജക്ട്സ്, ചെന്നൈ പ്രോജക്ട്സ് ഒക്കെ നമ്മൾ പയ്യെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോവ ഞങ്ങൾക്ക് ഇതുപോലെ 1-2 നല്ല ഓപ്പർച്യൂണിറ്റീസ്, അവിടുത്തെ 1-2 പ്രോജക്ട്സ് മാർക്കറ്റ് ചെയ്യാൻ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ കൊച്ചി മാത്രം ഒതുങ്ങി നിൽക്കാതെ കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. ഡെഫിനറ്റ്ലി ഈ ഫീൽഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ എന്തായാലും കുറേം കൂടെ എന്താ പറയുക, ഈ ഫീൽഡിൽ അപ്ഗ്രേഡ് ചെയ്യണം എന്നൊരു ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ മാക്സിമം പ്രോജക്ട്സ് മാർക്കറ്റിങ്ങിന് എടുക്കുക, മാക്സിമം പ്രോജക്ട്സ് നമ്മൾ ബിൽഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. ബിൽഡേഴ്സും നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മൾ പറയുന്ന പോലെ നത്തിങ് ഈസ് ഈസി, പക്ഷേ നമുക്കെല്ലാം പോസിബിളാണ്. പിന്നെ ഇപ്പം നമുക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മളൊരു ഡ്രീം സെല്ലറാണ്. അതായത് ഡ്രീം സെല്ലർ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ലൈഫിൽ, ഇപ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന ഒരു 90% ആളുകളുടെയും അവരുടെ ലൈഫിൽ 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഒരു വീട്, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ്, അല്ലെങ്കിൽ ഒരു 10 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു കസ്റ്റമറിന് സെല്ല് ചെയ്യണത് അവരുടെ ഒരു ഡ്രീമാണ്. അപ്പോൾ നമ്മളത് മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾ 100% ശ്രമിക്കാറുണ്ട്. നമുക്ക് ആ ഫീലിങ്സ് അറിയാം. അവരുടെ ഹാർഡ് ഏൺ മണി ആയിരിക്കും. ഇപ്പോൾ NRIs ഒക്കെ ആണെങ്കിൽ അവർ നമ്മളോട് പറയും, നിമ്മി അവിടെ മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശാണ്. സോ നമ്മളത് നന്നായിട്ട് വാല്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരിക്കലും എൻ്റെ ഒരു ഇൻവെസ്റ്ററെ, എനിക്ക് ഈവൺ ആ സെയിൽ കിട്ടിയില്ലെങ്കിൽ പോലും ഞാനൊരു ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എടുക്കാനായിട്ട് ഞാൻ ഒരിക്കലും അവരെ പ്രഷർ ചെയ്യാറില്ല. അവർ വളരെ കൺവിൻസ്ഡ് ആയി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു പ്രോജക്റ്റ് അത് പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. പിന്നെ എനിക്ക് ഇതിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ ഫീൽഡിൽ ലേഡീസ് വളരെ കുറവാണ്. ചുരുക്കം വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഞാൻ ഈ കൊച്ചിൻ റിയൽ എസ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു ബ്രോക്കിംഗ് ഫീൽഡിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം നോർമലി വീട് എന്ന് പറയുന്നത് അത് ഒരു ഫാമിലിയുടെ ഡിസിഷനാണ്. അപ്പോൾ കൂടുതലും ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് കൂടെ വന്ന് കണ്ട് നോക്കി ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും അത് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 2 സ്ഥലത്തും എനിക്ക് ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റും, 2 ആളുകളെയും കൺവിൻസ് ചെയ്യാം. അപ്പോൾ ചില കസ്റ്റമേഴ്സ് എന്നോട് പറയാറുണ്ട്, നിമ്മി ലേഡി ആയതുകൊണ്ട് മാത്രമാണ് എൻ്റെ വൈഫിനെ ഞാൻ കൂടെ തനിച്ച് വിടുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് എനിക്കുണ്ട്. പിന്നെ എന്തോ അവർക്ക് തോന്നുമായിരിക്കും ഒരു ലേഡി ആയതുകൊണ്ട് നമ്മളെങ്ങനെ ചീറ്റ് ചെയ്യില്ല, ഇപ്പോൾ ഒരു ട്രസ്റ്റ് വർത്തി ആണ് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് എനിക്ക് ഈ ഒരു ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പം ഒരു പുതിയൊരു ന്യൂ ജനറേഷൻ്റെ അടുത്ത് നമുക്ക് പറയാനുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് കുറച്ച് അധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ലൈഫിലിടയിൽ വരും. പക്ഷേ നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ ഉറപ്പായിട്ടും നമ്മളതിൽ 101% നമ്മൾ വിജയിക്കും. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നത്തിങ് ഈസ് ഈസി, പക്ഷെ എവറിത്തിങ് ഈസ് പോസിബിൾ. അപ്പം എപ്പോഴും നമ്മൾ നോക്കേണ്ടത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെ നമ്മൾ ചെയ്യുന്നതിൽ അതിൽ പ്രത്യേകിച്ച് വലിയൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് ചെറുപ്പം തൊട്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ഈ ഫീൽഡ് വന്നപ്പോൾ എനിക്ക് തോന്നി ഇതിലാരും ഇല്ല കോമ്പറ്റീഷന്, സോ ഐ ക്യാൻ ഡു ഇറ്റ് വെൽ. അപ്പം അതുകൊണ്ട് എല്ലാവരും വളരെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിലും അതിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും ഇനീഷ്യലി, പക്ഷെ നമുക്കത് നല്ല രീതിയിൽ തരണം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് സക്സസ് ആക്കാനായിട്ട് പറ്റും. നമ്മൾ ഡെഫിനറ്റ്ലി ലൈഫിൽ നമ്മൾ സക്സസ് നമുക്ക് കിട്ടും.